പെരുമ്പാവൂരിലെ ബാറിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ. പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കര സ്വദേശികൾ ആയ ഷാനവാസ്, ബൈജു, സിജിൽ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ചേലാമറ്റ സ്വദേശിയായിരുന്നു ഇവർ ഉപദ്രവിച്ചത്. ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല. മദ്യപാനത്തെ തുടർന്ന് ഉണ്ടായ വാക്ക് തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതിപ്പോൾ ദിവസവും കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകളിലൊന്നായി മാറുകയാണ് ഈ ബാറിലെ തമ്മിലടിയും ആക്രമണങ്ങളുമൊക്കെ. ഇതിലിപ്പോൾ ആശ്വസിക്കാവുന്ന ഒന്ന്, ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ബാറിൽ ബഹളമുണ്ടാക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? എന്തായിരുന്നു ഈ തർക്കത്തിലേക്ക് എത്തിച്ചത്? പ്രതികളുടെ പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തർക്കത്തിനുണ്ടായ കാരണം വ്യക്തമല്ല. ഈ ഒരു ഇതിൽ അതായത് 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് കാരാട്ടുപള്ളിക്കര സ്വദേശികളായ ഷാനവാസ്, ബൈജു, സിജിൽ എന്നിവരാണ് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ആക്രമിച്ചത്. ചേലാമറ്റം സ്വദേശിയാണ് ആക്രമിച്ചത്. അതായത് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ 3 പേരാണ്. അപ്പോൾ പോലീസ് മറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ബാറിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം, വാക്കത്തി കൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും വെട്ടിപ്പരിക്കേൽക്കാൻ ശ്രമിക്കുകയും അതുപോലെ അത് തടയാൻ ശ്രമിക്കുന്നവരാണ് വെട്ടല്ലേ എന്ന് ഉറക്കം നിലവിളിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്ര ഭീകരമായ പരിക്ക് ഈ ചേലാമറ്റ സ്വദേശിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സാരമായ പരിക്കല്ല അയാൾക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും ഈ 3 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചേലാമറ്റ സ്വദേശിയാണ് ഇവർ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടായെന്ന് അറിയില്ല. പക്ഷേ മദ്യപാനത്തിനിടെ തർക്കമെന്ന് മാത്രമേ പോലീസിന് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഈ മദ്യപിച്ചുണ്ടായ വാക്കുതർക്കം അത് അഭിലാഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രശ്നങ്ങളിൽ, അതായത് കുടുംബത്തിലടക്കമുള്ള പ്രശ്നങ്ങളിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കങ്ങൾ, വഴക്കുകളൊക്കെ കൊലപാതകത്തിലേക്കും മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു സംഭവം നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ബാറുകളിലെ കൂട്ടത്തല്ലുകൾ അല്ലെങ്കിൽ ബാറുകളിലുണ്ടാകുന്ന തർക്കങ്ങൾ ഇതൊക്കെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. എന്തായാലും പെരുമ്പാവൂരിലെ സ്വകാര്യ ബാറിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ചേലാമറ്റ സ്വദേശിയാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. കസ്റ്റഡിയിൽ 3 പേരാണ്. അതായത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള തെരച്ചിലിനൊടുവിൽ തന്നെയാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. കാരണം ഇവർ ഈ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ ശേഷം കത്തിയെടുത്ത് മറ്റേ ചേലാമറ്റ സ്വദേശിയായ ആളെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതേ തുടർന്ന് ഈ 3 പേരും അതാണല്ലോ ആജ്ഞ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ ഈ ബാറിൽ പോകുന്നവരെല്ലാം പ്രശ്നക്കാർ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. മദ്യപിച്ച് പിന്നീട് വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ ഒക്കെ മടങ്ങുന്ന ആൾക്കാരാണ് അധികവും. അവർ മറ്റുള്ളവർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ ഇവിടെ ആ ദൃശ്യങ്ങൾ തന്നെ ഭീകരമാണ്. അതിൽ വെട്ടല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ സ്വാഭാവികമായും ഈ ആക്രമിച്ചവർക്ക് അത്തരത്തിലൊരു പശ്ചാത്തലമോ സ്വഭാവമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. കൃത്യമായി പ്രതികളുടെ ഒരു പശ്ചാത്തലം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? അക്കാര്യങ്ങൾ പങ്കുവെച്ചോ പോലീസ്? അഭിലാഷ, ഈ പ്രതികളുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും നേരത്തെ ഈ ഇതായിട്ടുള്ള ആളുകൾ, അതായത് ഷാനവാസിനെതിരെ നേരത്തെ കേസുകളുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 3 പേരും ചേലാമറ്റം സ്വദേശിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. വലിയ
നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് അവർ ബാറിൽ ഉണ്ടാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവർക്കെതിരെയുള്ള എന്താണ് കാരണമെന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. അല്ല, തർക്കത്തിനുണ്ടായ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം വളർന്നതാണ് ഇത്ര വലിയൊരു സംഘർഷത്തിലേക്ക് മാറിയത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അഭിലാഷ്, യെസ്, സൂചിപ്പിച്ചതുപോലെ മദ്യപാനത്തിനിടെയുണ്ടായ ഒരു തർക്കം, ആ തർക്കമാണ് ഇത്തരത്തിൽ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്ത് ഇവരുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നതിലൊന്നും കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ആ ദൃശ്യങ്ങളിൽ പറയുന്നത് ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ വെട്ടല്ലേ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ആയുധം ഉപയോഗിച്ചാണ് വെട്ടാൻ ശ്രമിച്ചത്, എന്തിനാണ് ഇവർ ആയുധവുമായൊക്കെ ബാറിലേക്ക് വരുന്നത്, ഇവരുടെ പശ്ചാത്തലം എന്താണ്, അപ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.